മാലിന്യങ്ങൾ വലിച്ചെറിയാറുണ്ടോ? ട്രാഫിക് റൂൾസ് ലംഘിക്കാറുണ്ടോ? പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ സിവിക് സെൻസ് ഇല്ലാത്തവരാണ്. ഒരു നഗരത്തിന്റെ വികസനം അളക്കുന്നത് അവിടത്തെ വലിയ കെട്ടിടങ്ങളിലൂടെയല്ല, അവിടത്തെ ജനങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ്. എന്താണ് സിവിക് സെൻസ്? ഇത് വെറുമൊരു വാക്കല്ല, ഇതൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറ്റ് നിരവധി രാജ്യങ്ങളെ അപേക്ഷിച്ച് സിവിക് സെൻസ് കുറവാണ്. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്ന ജാതീയത പോലുള്ള ചിന്താഗതികളാണ്. പണ്ട് കാലത്ത് ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തൊഴിലുകൾ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഇന്നതൊക്കെ പൂർണ്ണമായി മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. രാജ്യത്ത് ഇന്നും വലിയൊരു ശതമാനം ശുചീകരണ തൊഴിലാളികളും ദളിതരാണ്. അഴുക്കുചാലുകളിലും ഡ്രെയിനേജിലുമൊക്കെ ഇന്നും മനുഷ്യൻ ഇറങ്ങി വൃത്തിയാക്കേണ്ട അവസ്ഥയുണ്ട്. ജാതീയതയും വേർതിരിവുമൊക്കെ പോയില്ലേ, അതൊക്കെ പണ്ടല്ലേ എന്ന് പറയുന്നവർ പോലും ഇന്നും ആൾക്കാരുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ പറയാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സിവിക് സെൻസ് ഇല്ലാത്തവരെ അത് പറഞ്ഞു മനസ്സിലാക്കുക വലിയ ടാസ്ക്കാണ്. അവരുടെ ഓരോ മറുപടികൾ കേട്ടാൽ നമ്മളാണോ അവരാണോ തെറ്റ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ വിദേശ രാജ്യത്തുള്ളവരൊക്കെ സിവിക് സെൻസ് ഉള്ളവരായി ജനിക്കുന്നതല്ല, അവരെ അവരുടെ സമൂഹം അങ്ങനെയാക്കി മാറ്റുന്നതാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ വന്ന ജപ്പാനിലെ ജനങ്ങൾ മാച്ച് കഴിഞ്ഞ ശേഷം സ്റ്റേഡിയത്തിലെ ചപ്പ് ചവറുകൾ വൃത്തിയാക്കുന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. അത് അവരുടെ രാജ്യം അവരെ പഠിപ്പിച്ച ശീലമാണ്. നമുക്ക് കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ? നമുക്ക് കഴിയും. ആ പോസ്റ്റിന്റെ അടിയിൽ പോയി കുപ്പ പെറുക്കികൾ എന്ന് കമന്റ് ഇടാൻ കഴിയും. വലിയ മാസാണല്ലോ അതൊക്കെ. നമ്മുടെ രാജ്യത്തുള്ളവർക്ക് സിവിക് സെൻസ് കുറയാൻ സർക്കാരും ജനങ്ങളും ഒരുപോലെ ഉത്തരവാദികളാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം പബ്ലിക് ടോയ്ലറ്റുകൾ വിജയകരമായി സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇനി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എത്ര എണ്ണം വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഈ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം സർക്കാരിന്റെ മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവർക്കും ഉണ്ട്. അവരവരുടെ വീട്ടിലേതാണെങ്കിൽ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യും. പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിൽ അത്രയ്ക്ക് അത്ര തന്നെ. വേസ്റ്റ് മാനേജ്മെന്റും പ്രോപ്പർ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കളക്ഷൻ നന്നായി നടക്കുന്നില്ല. ഇനി കളക്ട് ചെയ്താൽ തന്നെ അത് വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നുമില്ല. പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. പൊതുസ്ഥലങ്ങളിൽ ഓരോ ടൈപ്പ് വേസ്റ്റിന് വേറെ വേറെ വേസ്റ്റ് ബിന്നുകൾ വെച്ചാലും അത് കറക്റ്റായിട്ട് നോക്കിയിടാൻ മെനക്കെടാത്തവരുണ്ട്. അതുപോലെ ഈ കാലത്തും നമ്മുടെ രാജ്യത്ത് ട്രാഫിക് റൂൾസ് ആൾക്കാർ പാലിക്കുന്നത് ക്യാമറയും ഫൈനും പേടിച്ച് മാത്രമാണ്. അത്തരം പരിശോധനകൾ പ്രോപ്പറായി ഇല്ലാത്ത സ്ഥലങ്ങളിൽ എല്ലാം തോന്നുംപടിയാണ്. ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഹോൺ അടിക്കും. നോ ഹോൺ ബോർഡ് കണ്ടാൽ അവിടെ ഒരടി നിർബന്ധം. വേറൊരു കാര്യം, പല സ്ഥലങ്ങളിലും ഇന്നും ആവശ്യത്തിന് സീബ്ര ലൈനുകൾ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്ന അവസ്ഥയാണ്. കാരണം വാഹനം ഓടിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർക്കും ഞാൻ പോയി കഴിഞ്ഞും അയാൾക്ക് പോകാമല്ലോ എന്ന് ചിന്തിക്കുന്ന മനോനിലയാണ്. നമ്മുടെ വീടിനെയും വീട്ടിലെ സാധനങ്ങളെയും നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നോ അതുപോലെ പൊതുമുതലിനെയും സൂക്ഷിക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ചില ബേസിക് ആയ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനോട് ഒരു കമ്മിറ്റ്മെന്റ് തോന്നാതെ നമ്മുടെ രാജ്യം എത്ര സമ്പന്നമാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ വീട് വൃത്തിയാക്കി നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന മാലിന്യം ആരുടേതാണ്? അത് നമ്മുടേത് തന്നെയാണ്. അത് വലിച്ചെറിയുന്നത് ഒരു സംസ്കാരമല്ല, അനാസ്ഥയാണ്. റോഡ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു ട്രാഫിക് സിഗ്നൽ തെറ്റിക്കുമ്പോൾ നിമിഷങ്ങൾ ലാഭിച്ചേക്കാം. പക്ഷെ അതൊരു അപകടത്തിന് കാരണമായാലോ? റോഡ് നിയമങ്ങൾ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി കൂടിയാണ്. പാർക്കുകളിലും ബസ്സുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും നമ്മൾ പെരുമാറുന്ന രീതിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഇന്നത്തെ സമൂഹത്തിന്റെ തുടർച്ചയാണ് അടുത്ത തലമുറ. മാറ്റം എന്നത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കണം. നാളത്തെ തലമുറ നമ്മളെ കണ്ട് പഠിക്കട്ടെ. പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ആവർത്തനമായിരിക്കരുത്.